നമ്മുടെ സ്വന്തം കിലാടി അണ്ണൻ്റെ പുത്തൻ പുതിയ ഐറ്റം അങ്ങനെ OTT-യിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൂടെ ചെറിയ കിലാടിയായ ടൈഗർ ഷെറോഫും ഒന്നിക്കുന്ന അണ്ണൻ കിലാടി അനിയൻ കിലാടി അഥവാ ബഡേ മിയ ചോട്ടേ മിയ. ബോംബ് പടമായതുകൊണ്ടാണോ എന്നറിയില്ല, ഏപ്രിലിലെ വിഷു സമയത്തായിരുന്നു തിയേറ്ററിൽ പടം റിലീസായത്. പക്ഷേ ഇതിൽ നമ്മുടെ രാജുവേട്ടൻ എന്തിനു പോയി തലവെച്ച് കൊടുത്തു എന്നാണ് ഇപ്പോഴും അറിയാത്തത്. To take the human factor out of the equation. അവർ ചിത്രത്തിന്റെ ബഡ്ജറ്റ് പറയുന്നത് 350 കോടിയാണ്. ഞാൻ വന്നത് എനിക്കൊരു സിനിമ പിടിക്കണം. അതിന് അശോക് രാജിന്റെ കുറച്ച് ഷീറ്റ് വേണമല്ലോ. എന്ത്, റബ്ബർ ഷീറ്റോ? ഇതിന് മാത്രം എന്താണ് അതിൽ പടച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പാക്കേജുമായി പോകുന്ന ഇന്ത്യൻ ആർമിയുടെ വണ്ടികൾ. അത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് തൂക്കാൻ ഇപ്പോൾ വില്ലന്മാരെത്തുമെന്ന്. അപ്പോഴേക്കും ആദ്യത്തെ വെടികുട്ടി, പിന്നെ ചറപറാ വെടിവെപ്പായി. പോരാട്ടത്തിനൊടുവിൽ ആർമി ഓഫീസേഴ്സിനെയെല്ലാം തോൽപ്പിക്കുന്നു. സ്വാഭാവികം. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ മുഖം മൂടിയിട്ട ഒരാൾ സ്ലോ മോഷനിൽ വന്നിറങ്ങുന്നു. അപ്പോൾ തന്നെ ഊഹിക്കാം ഇതാണ് മെയിൻ വില്ലൻ. പുള്ളിക്കാരൻ വന്ന് പ്രളയം വരുന്നുവെന്നൊക്കെ വലിയ ഡയലോഗും അടിച്ച് ആ പാക്കേജും എടുത്ത് പോകുന്നു. അതെല്ലാം ലൈവായി വലിയ TVയും വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പെൻഷൻ ആവാറായ ആർമിയിലെ ഹയർ ഓഫീസേഴ്സ്. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹീറോസിന്റെ ഇൻട്രോയ്ക്ക് സമയമായിരിക്കുകയാണ്. യെസ്, ഈ വില്ലനെ പിടിക്കാൻ ഇന്ത്യൻ ആർമിയിൽ ഇപ്പോൾ ആരുമില്ല. അതിന് സർവീസിൽ ഇപ്പോൾ ഇല്ലാത്ത ആ 2 പേര് തന്നെ ഇങ്ങ് വരണം. അതെ, നിങ്ങളുടെ ഊഹം ശരിയാണ് ഗൈസ്. ആ 2 കില്ലാടികളുടെ ബിൽഡപ്പോട് കൂടിയ ഇൻട്രോ. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ആർമി ഏജന്റായ മാനുഷി ചില്ലർ അവരെ പോയി കണ്ട് കാര്യം പറയുന്നു. ദേശസ്നേഹം കൊണ്ട് കേട്ട പാതി കേൾക്കാതെ പാതി ടൈഗർ കിലാടി ചാടി പുറപ്പെടുന്നു. അപ്പോൾ അക്ഷയ് കിലാടി കുറച്ച് ജാടയിട്ട് വരുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ടൈഗറിന് കൂട്ടായി ഒരു ക്രിഞ്ച് ഐറ്റത്തിനെ ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റായി കൂടെ വിടും. അത് കാണുമ്പോൾ തന്നെ ഇന്ത്യൻ ആർമിയോടും ഏജൻസിയോടും ഉള്ള ബഹുമാനം അതങ്ങ് പോയി കിട്ടും. OMG, ഈ മസിൽസ് ഒക്കെ ശരിക്കും ഉള്ളതാണോ അതോ ഫോട്ടോഷോപ്പിൽ ചെയ്താണോ? അങ്ങനെ പാക്കേജ് എടുക്കാൻ പോയ ടൈഗറും ഹാക്കറും ചില്ലറും എല്ലാം അവിടെ ലോക്കാവുന്നു. അപ്പോൾ ഇനി അവൻ വരണം, ഒരേ ഒരു രാജാവ്, കില്ലാടി. വലിയൊരു പുട്ടുകുറ്റി തോളിലിട്ട് റോക്കറ്റ് ലോഞ്ചർ ആണെന്നും പറഞ്ഞ് അതും ഇട്ട് പൊട്ടിച്ച് അണ്ണൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. രോമം വരെ എണീറ്റ് നിന്ന് 2 റൗണ്ട് ഓടും. അങ്ങനെ വില്ലന്മാരെയൊക്കെ ഇടിച്ച് തോൽപ്പിച്ച് ലോക്കർ ഹാക്ക് ചെയ്ത് തുറന്ന് ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പ്രിയയെടുത്തി, അതായത് സോനാക്ഷി സിൻഹ, ഇന്ത്യയെ സംരക്ഷിക്കാനായി ഒരു കവചമുണ്ടാക്കുന്നു. അത് മറ്റുള്ള ശത്രുക്കൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ബ്ലൂ പ്രിന്റ് പ്രിയയെടുത്തി, അതായത് സോനാക്ഷി സിൻഹ, ഇഞ്ചക്ട് ചെയ്ത് തലയിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ മാസ്ക് ഇട്ട് വന്ന വില്ലൻ പ്രിയയെടുത്തിയെ തന്നെ അങ്ങ് തൂക്കിയിട്ട് പോകുന്നു. അവിടെ നിന്നും നമ്മുടെ കിലാടികൾ പ്രിയയെടുത്തെ രക്ഷിച്ചു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴേക്കും മാസ്ക് മേൻ്റെ ഗ്യാങ് വന്ന് വീണ്ടും തട്ടിക്കൊണ്ടുപോകും. പിന്നെ ഒരു ചെയ്സുണ്ട് മോനെ. 2 കിലാടികൾക്കും കൂടി എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കും. പണ്ടേ തെലുങ്ക് സിനിമകൾ പോലും കൈവിട്ട സീനുകൾ പൊടി തട്ടി ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബൈക്ക് പറപ്പിച്ച് ഹെലികോപ്റ്ററിൽ കയറ്റുന്ന സീൻ. ഇത്രയൊക്കെ കാണിച്ചിട്ടും മാസ്ക് മേൻ്റെ ഗ്യാങ്ങിന് മുൻപിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കിലാടികൾ സറണ്ടർ. അപ്പോഴാണ് മാസ്ക് മേൻ്റെ മുഖം റിവീലിംഗ് സീൻ. അത് മറ്റാരുമില്ല ഗൈസ്, നമ്മുടെ രാജു അണ്ണൻ്റെ പുതിയ മുഖം. തീർന്നില്ല, രാജു അണ്ണൻ്റെ ബാക്കിൽ നിൽക്കുന്ന 2 ആളുകൾ കൂടി മാസ്ക് മാറ്റുമ്പോഴാണ് ശരിക്കും ട്വിസ്റ്റ്. അതാ നിൽക്കുന്നു മറ്റൊരു കിലാടിയും മറ്റൊരു ടൈഗറും. സത്യത്തിൽ നമ്മുടെ രാജുവേട്ടൻ ഒരു സയൻറ്റിസ്റ്റാണ്, കൂടാതെ നമ്മുടെ കിലാടികളുടെ പഴയൊരു കൂട്ടുകാരനും. പുള്ളി ഇന്ത്യൻ ആർമിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കും.
ആർമിയിലെ കഴിവുള്ള ഓഫീസേഴ്സിൻ്റെ ക്ലൗൺ ഉണ്ടാക്കി യുദ്ധത്തിന് വിടുക. അവരെ ഓഫീസിലിരുന്ന് കമാൻഡ് കൊടുത്ത് ഡയറക്റ്റ് ചെയ്യുക. കാരണം പ്രോഗ്രാം ചെയ്തതല്ലേ, ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഇതെന്ത് ഇടയ്ക്ക് എന്തിരനിലെ വസീഹറിൻ്റെ സീൻ പേപ്പർ വെച്ച് ഷൂട്ട് ചെയ്തതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ മാറിപ്പോയിട്ടൊന്നുമില്ല. രാജുവേട്ടൻ്റെ ഈ ഐഡിയയ്ക്ക് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൂടിയ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യില്ല. ഒരു ബോധവുമില്ലാത്ത ഈ ക്ലോണുകളെ യുദ്ധത്തിന് വിട്ടാൽ ഇന്ത്യ തറവാടാകുമെന്നും പറഞ്ഞ് ഹയർ ഓഫീസേഴ്സ് ഈ പ്രൊജക്ട് നിർത്തിവെക്കാൻ പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ നമ്മുടെ രാജുവണ്ണൻ തയ്യാറായില്ല. ഒടുവിൽ കിലാടികളും നമ്മുടെ രാജുവണ്ണനും കൂടി ലാബിൽ കിടന്ന് പൊരിഞ്ഞാട്ടി. ഒടുവിൽ കിലാടികളുടെ കൈകൾ കൊണ്ട് രാജുവണ്ണന് വീരമരണം. അതും പോരാഞ്ഞ് ലാബും പൂട്ടി. എന്നാൽ അവിടെയും ട്വിസ്റ്റ്. ചത്തത് രാജുവേട്ടൻ്റെ ക്ലോണായിരുന്നു. തൻ്റെ ലാബും പൂട്ടിച്ച് ക്ലോണിനെയും കൊന്ന ഇന്ത്യൻ ആർമിയോടും എന്തിന് ഇന്ത്യക്കാരോട് തന്നെ ദേഷ്യം തോന്നി ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കൂടി ചേർന്ന് ഇന്ത്യയെ ചതിക്കാൻ നോക്കുന്ന നമ്മുടെ സ്വന്തം രാജുവണ്ണൻ. അതിൻ്റെ ഭാഗമായിരുന്നു ആ പാക്കേജ് തട്ടിയെടുക്കലും കവചകുണ്ടലും തട്ടിയെടുക്കലുമെല്ലാം. അത് തിരിച്ചെടുക്കാൻ വന്ന കിലാടികളെയും പിടിച്ചു കെട്ടി ചങ്ങലക്കിട്ട് തീയിട്ട് സ്ലോ മോഷനിൽ നടന്ന് ഹെലികോപ്റ്ററിൽ കയറി ഇന്ത്യയെ നശിപ്പിക്കാൻ രാജുവണ്ണൻ അങ്ങ് ഒരു പോക്ക് പോവും. ഇവിടെ നമ്മുടെ കിലാടികൾ ചങ്ങലയും പൊട്ടിച്ച് മാഡ് മാക്സിലൊക്കെ വരുന്ന പോലത്തെ വണ്ടിയും എടുത്ത് നേരെ ലാബിലോട്ട് വിടും. അപ്പോഴേക്കും ലാബിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു കിലാടിയുടെയും കടുവയുടെയും ക്ലോണുകൾ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലാദ്യമായി കിലാടിയും കടുവയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ആക്ഷൻ വെടിക്കെട്ട്. എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ വെറുപ്പിക്കൽ. അപ്പോഴേക്കും രാജുവണ്ണൻ ചറവറ മിസൈലുകൾ പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും വിടാൻ റെഡിയായി ടൈമർ ഓൺ ചെയ്ത് നിൽക്കുന്നു. ഒരു മിസൈൽ വീണ് കിട്ടിയാൽ യുദ്ധം തുടങ്ങാൻ അക്കരെ കാത്തു നിൽക്കുന്ന ശത്രു രാജ്യങ്ങൾ. ഇവിടെ ക്ലോണുമായുള്ള അംഗം. ഇതെല്ലാം കാണുമ്പോൾ പഴയ വിജയകാന്ത് പടങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഒടുവിൽ നമ്മുടെ രാജുവേട്ടനെയും കമ്പിയിൽ കോർത്തു കൊന്ന് കവചം ഓണാക്കി 2 കിലാടികളും കൂടി സ്ലോ മോഷനിൽ ഓടിവരും. അതായത് ഇന്ത്യക്കെതിരെയുള്ള ഇത്രയും വലിയ പ്രശ്നം ഇവന്മാർ രണ്ടും കൂടെ അങ്ങ് സോൾവ് ചെയ്തുവെന്ന്